ഹലോ ഹായ് എല്ലാവർക്കും സുഖമല്ലേ? ഈയിടെ ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ 2 റീലിട്ടപ്പോഴത്തേക്കും എല്ലാവരും ചോദിച്ചു കേട്ടോ, എൻ്റെ വീടാണോ എന്താ. കുറേ വിശേഷം തിരക്കിയ ആൾക്കാർ, കുറേ മാഷാഅല്ലാഹ്, കുറേ അൽഹംദുലില്ലാഹ് എല്ലാം കിട്ടിയിട്ടോ. വളരെ സന്തോഷം, നല്ല റീച്ചും കിട്ടിയ വീഡിയോസിനൊക്കെ. ഞങ്ങളറിയുന്ന എല്ലാവരും തന്നെ മെസ്സേജ് ഇടുകയും കമൻ്റായിട്ട് ഒന്ന് പറയുകയൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു കേട്ടോ, എൻ്റെ വീടാണോ എന്ന്. എൻ്റെ വീടല്ല കേട്ടോ, എൻ്റെ അത്താക്കും മകം വെച്ച വീടാണ്. 26 വർഷത്തിന് ശേഷം വാടക വീട്ടിൽ നിന്ന് സ്വന്തം ഒരു വീട്ടിലേക്ക് പോവുകയാണ്. അതിൻ്റെ കുറ്റിയടിക്കൽ തൊട്ട് ഞാൻ വെറുതെ ഒന്ന് പിടിച്ചു വെച്ചതേ ഉള്ളൂ. എൻ്റെ ഒരു ആഗ്രഹത്തിന്, എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ എല്ലാം ഒന്ന് വീഡിയോസ് ആക്കി വെച്ചു കേട്ടോ. കുറ്റിയടിക്കലും കട്ട വെക്കുന്ന സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല, ഞങ്ങൾ ആ സമയത്ത് ഇല്ലായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ എനിക്ക് കട്ടള വെച്ചതിന് ശേഷം പിന്നെ എനിക്ക് പോകാൻ പറ്റിയത് പിന്നെ വാർപ്പിൻ്റെ അന്നാട്ടോ. അപ്പോൾ ഞാൻ വീടിൻ്റെയൊക്കെ റീൽസായിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്തിന് ഓരോരുത്തരും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ ആണോ എൻ്റെ വീടാണോ എന്ന്. അപ്പോൾ ഞാൻ എല്ലാവർക്കും തന്നെ പറ്റുന്ന പോലെ തന്നെ ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചവർക്കും അല്ലാത്തവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാടെണ്ണത്തിന് എനിക്ക് കൊടുക്കാനും പറ്റിയിട്ടില്ല, കാരണം 2-3 ദിവസമായിട്ട് വീട്ടിൽ എല്ലാ അടുക്കും പറക്കലും ഹൗസ് വാമിങ്ങിൻ്റെ കഴിഞ്ഞ തിരക്കൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയായിരുന്നു കേട്ടോ. എന്തായാലും അൽഹംദുലില്ലാഹ് എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ. ഒരുപാട് നാളത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ അത്തടമ്മയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം, അത് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അത് സാധിച്ച് അതിൻ്റെ സന്തോഷത്തിലായിരുന്നു കേട്ടോ. ഇങ്ങനെ ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞു പോയ മുഹൂർത്തങ്ങൾ അത് എത്ര അല്ലേ, അതെന്താണല്ലോ നമുക്ക് പിന്നീട് അതൊന്ന് കാണുമ്പോഴത്തേക്കും വളരെ സന്തോഷം തോന്നും കേട്ടോ. ഇതിപ്പം ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ സമയത്ത് അന്നത്തെ ആ ഒരു ഫീൽ ഇന്നും എനിക്ക് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ അതെ, ശരിക്കും അത് എൻജോയ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് തന്നെ കേട്ടോ. ഇങ്ങനൊരു സന്തോഷ നിമിഷത്തിലേക്ക് എത്താൻ ഒരുപാട് നാൾ ആഗ്രഹിച്ചിരുന്നു കേട്ടോ. രാവിലെ കയറാനും പാല് കാച്ചനും മാത്രം ഞങ്ങൾ 4 പേര്, ഞങ്ങൾ മക്കളും മരുമക്കളും പിന്നെ അത്തായും അമ്മായും ഒക്കെ ഉള്ളായിരുന്നു കേട്ടോ. വേറെ ആരും ഇല്ലായിരുന്നേ. എല്ലാ സമയത്തും ഇതുപോലെ 4 മക്കളും എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിട്ട് കിട്ടൽ വലിയ പാടാണ്. 4 പേരും 4 വഴിക്ക് പോകും. അപ്പോൾ പിന്നെ ഓരോരുത്തരായിട്ട് വരുമ്പോഴും ഒരാളെ കാണാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞു വെച്ചിട്ടിരുന്നാൽ പോലും എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ വരാൻ പറ്റാത്ത ബുദ്ധിമുട്ട്. എന്തായാലും ഈ സമയത്ത് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. സന്തോഷമായിരുന്നു. പിന്നെ അക്കച്ചിയുടെ കൊച്ചു മാത്രമല്ല, അവൻ ജോലിക്ക് പോയേക്കോ, അതുകൊണ്ട് അവൻ മാത്രമേ ഇല്ലായിരുന്നു. അതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ അവൻ്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, അവനും കൂടെ ഉണ്ടായിരുന്നെങ്കിലോ എന്നൊക്കെ ഓർത്ത് ഞങ്ങളത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്നാ ചെയ്യാൻ, അവൻ ജോലിക്ക് പോയേക്കുമല്ലേ. അപ്പം ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്യുകയൊക്കെ വീടൊക്കെ കാണിച്ചു കൊടുക്കും. പാല് കാച്ചുന്ന സമയത്തൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ എന്തായാലും പാല് കാച്ചൽ നടന്ന് ഞങ്ങൾ 3 പെണ്ണും ഒരാണും കേട്ടോ. അവരുടെ മക്കളും ഞങ്ങളും എല്ലാവരും കൂടെ കൂടുമ്പോഴത്തേക്ക് എന്തായാലും ഒരു അരങ്ങ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ആ സമയത്ത് പാലൊക്കെ തിളച്ച് വരുന്ന കണ്ടപ്പോഴത്തേക്കും അതിന് കുറേ നെഗറ്റീവൊക്കെ പറഞ്ഞു കേട്ടോ. പാലിങ്ങനെ നമുക്ക് ഇസ്ലാമിൽ ഇങ്ങനെ തിളച്ച് നോക്കി പോവോ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻ്റൊക്കെ കണ്ട് അതിനൊന്നും ഞാൻ റിപ്ലൈ കൊടുക്കാനൊന്നും നിന്നില്ല. എന്തായാലും ആ ഒരു സന്തോഷ നിമിഷത്തിൽ പല മൈൻഡുള്ള ആൾക്കാരാണല്ലോ പലരും തന്നെ. അപ്പം അവർക്ക് എന്താണെന്ന് വെച്ചാൽ പറയാമല്ലോ, നമ്മളതിനൊന്നും പ്രതികരിക്കാൻ നിൽക്കേണ്ട എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. പറയുന്നവരെന്തും പറഞ്ഞോട്ടെ, നമ്മളത് കേട്ടില്ല എന്നടിച്ചാൽ മതിയല്ലോ അല്ലേ. അങ്ങനെ മതി, പറയുന്നവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതവർക്ക് അങ്ങനെ നിർത്താനൊന്നും പറ്റത്തില്ല. അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ. പോസിറ്റീവ് ആണെങ്കിൽ നമ്മളത് അംഗീകരിച്ച് കൊടുക്കും, നെഗറ്റീവ് ആണെങ്കിൽ കേട്ടില്ല എന്നടിക്കുക, അത്ര തന്നെ. അതായത് നമ്മുടെ ഫുൾ മൈൻഡ്. അപ്പോൾ അങ്ങനെ രാവിലത്തെ ചടങ്ങും പാല് കാച്ചലും എല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഉസ്താദ് വരുന്നുണ്ടായിരുന്നു. ഉസ്താദ് വന്ന് ദ്വാരക്കലും എല്ലാം കഴിഞ്ഞ് എല്ലാം നല്ല രീതിയിൽ തന്നെ ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ, അൽഹംദുലില്ലാഹ്. പിന്നെ എൻ്റെ ക്യാമറാമാൻ എന്ന് പറയുന്നത് എൻ്റെ മോനാട്ടോ. അത് കുറേ പേര് വീഡിയോസിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ആരാ ക്യാമറ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് മോൻ തന്നെയാണ് ചെയ്യൽ. അന്നത്തെ സമയത്ത് എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരുമായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും അവൻ ഇത്തിരി മടി എവിടെയോ വന്ന പോലെ എനിക്ക് തോന്നി. എന്നാലും ഒന്നും മൈൻഡ് ആക്കില്ല. അവൻ നല്ല രീതിയിൽ തന്നെ വീഡിയോ എനിക്ക് എടുത്തു തന്നു കേട്ടോ. അപ്പോൾ അവരുടെ മക്കളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്കൊന്നും നടക്കത്തില്ല. ഇക്കായും കട്ട സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. അപ്പോൾ പിന്നെ വീഡിയോസ് എടുക്കാനും ആളാൾ മാറി മക്കളും വാപ്പിയും തന്നെ മാറി വീഡിയോസ് എടുത്ത് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് തന്നെയല്ലേ വലിയ കാര്യം. ഇതാട്ടോ എൻ്റെ മോന്. അങ്ങനെ അവന് വീഡിയോസിൽ കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അവനങ്ങനെ നിൽക്കലില്ല. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ പിടിച്ച് നിർത്തുമ്പോഴേ ഉള്ളൂ അവൻ നിൽക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, വീടാ മൊത്തത്തിൽ വീടിൻ്റെ ഒന്ന് ഇതെടുത്തേക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ തന്നെ ആ സമയത്ത് എല്ലാവരും ഉണ്ടെങ്കിലും അതൊന്നും വക വയ്ക്കാതെ എല്ലാം തന്നെ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നു. റീൽ കണ്ടപ്പോഴത്തേക്കും എല്ലാവരും കുറേ പേര് എന്നോട് ചോദിച്ചു കേട്ടോ, ഇത് വീഡിയോസായിട്ടൊന്നും ചെയ്യുമോ, വ്ളോഗായിട്ട് ചെയ്യുമോ എന്നൊക്കെ കേട്ടോ. അപ്പം വീടിൻ്റെ ഫുൾ വീഡിയോ ആയിട്ടുള്ളൊരു ഇത് ഇടുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ എല്ലാം നേരത്തെ തന്നെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അപ്പം ഞാൻ വിചാരിച്ച് തിരക്കും ബഹളമൊക്കെ കഴിയട്ടാവോ. എനിക്കൊന്നാമത് മൈഗ്രെയിൻ ഉണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ കാരണം ഫോണൊക്കെ ഒരുപാട് നേരം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അത് കാരണം തിരക്കും ബഹളമൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് സമാധാനത്തിൽ അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ഒരുമാതിരി തിരക്കൊക്കെ ഒഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരികയും ചെയ്തു. 2-3
ദിവസം നിന്നുള്ളൂ കേട്ടോ. എന്നിട്ടിപ്പോൾ ഇങ്ങോട്ട് വരികയും ചെയ്തു. ഇനി പോകാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് പോകാമല്ലോ. അങ്ങനെ ഉസ്താദും വന്ന് ഇവിടെ യാസീനത്തിനും ദുആരക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാം മംഗളമായിട്ട് തന്നെ നടന്നു. പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നല്ല അടിപൊളിയായിട്ട് തന്നെ നടന്നു കേട്ടോ. അൽഹംദുലില്ലാ. പിന്നെയും പറയുക. പിന്നെ രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്കായിരുന്നു കേട്ടോ ഫംഗ്ഷൻ. ചെറിയ രീതിയിലൊരു ഫംഗ്ഷൻ വെച്ചായിരുന്നു കേട്ടോ. ഞാനിതുപോലെ വീഡിയോസൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പേര് എന്നെ കാണുമ്പോഴേ ആദ്യമേ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നല്ല കാണാനൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം കിട്ടും കേട്ടോ. എവിടെ നിന്നാ സന്തോഷം വരുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്തൊരു കാര്യം നല്ലതാണെന്ന് പറയുമ്പോൾ ആ പറയുന്നത് കേൾക്കാൻ നമുക്ക് പ്രത്യേക ഒരു രസം, ഒരു സന്തോഷം, എന്തൊക്കെയോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാട്ടോ. പിന്നെ ഓരോരുത്തരായിട്ട് രാവിലെ തൊട്ട് വരാൻ തുടങ്ങി. പിന്നെ ഹൗസ് വാമിങ് ആയതുകൊണ്ട് ഇന്ന സമയം നമ്മൾ ഉച്ചയ്ക്ക് ഫംഗ്ഷൻ വെച്ചെങ്കിലും ഇന്ന സമയം ഇല്ലല്ലോ. എല്ലാവരുടെ സൗകര്യം പോലെ അവർ ഇങ്ങനെ ആളുകൾ വന്നും പോയിക്കൊണ്ടേ ഇരിക്കുമല്ലോ അല്ലേ. പിന്നെ കുറേ സമയം എനിക്ക് തലവേദനയുടെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്ക് കുറേ വീഡിയോസ് ഒന്നും എടുക്കാനും പറ്റില്ല. അവനോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു ഇങ്ങനെ കൊടുക്കണം, ഇന്നത് ചെയ്യുന്നു. പിള്ളേരല്ലേ, അവർക്ക് അറിയത്തില്ലല്ലോ, ഇങ്ങനെ നോക്കിക്കണ്ടും കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലല്ലോ അല്ലേ. അപ്പോൾ പിന്നെ കുറേ വീഡിയോസൊക്കെ ഇതിനിടയ്ക്ക് മിസ്സായി. ഇതുപോലെ ഇതിലും നല്ലതായിട്ട് ഞാൻ വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ ഓർത്താൽ, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ അങ്ങ് നടന്നില്ല. നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ആകുമ്പോഴത്തേക്കും നമുക്ക് എത്രത്തോളം അത് സക്സസ് ആയിട്ട് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം നമുക്ക് ഓരോരോ ജോലി ഉണ്ടല്ലോ അല്ലേ, ആ ജോലിയിൽ നമ്മളും ഏർപ്പെടണമല്ലോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ പിറകെ നിന്ന് കഴിയുമ്പോഴത്തേക്കും പകുതി നമുക്കവിടെ പെൻഡിങ് ആയിപ്പോവും. ആൾക്കാർ വരുന്നവരെ നമുക്ക് അവരെ സ്വീകരിക്കണം, അവരോട് മിണ്ടണം, സംസാരിക്കണം. അപ്പം നമ്മുടെ വീട്ടിലേക്ക് വരുന്നതല്ലേ, കാര്യമായിട്ട് തന്നെ നമ്മൾ സ്വീകരിക്കണമല്ലോ. അപ്പോൾ പിന്നെ പകുതി ആൾക്കാരെ എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ തന്നെ പറ്റിയില്ല. ശരിക്കും എല്ലാവരും തന്നെ എടുക്കണം വിചാരിച്ച് നല്ല തിരക്ക് വന്ന സമയത്തൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാനോ പറക്കാനോ ഒന്നും അവനെ നേപ്പിക്കാനോ ഒന്നും പറ്റിയില്ല കേട്ടോ. എനിക്കൊരു ടെൻഷനുണ്ട്, റീൽസ് കാണുന്നവരിഷ്ടം ഒരു ലാഘവത്തോടുകൂടി ഈ വ്ളോഗ് കാണുമോയെന്നൊക്കെ. അപ്പോൾ എല്ലാവരും എന്നെ കാണുന്നവരൊക്കെ പറയുന്നത് വ്ളോഗായിട്ട് തന്നെ ചെയ്യണം കേട്ടോ, ചെയ്യാതിരിക്കരുതേ, ഞങ്ങൾക്ക് അത് കാണാനും ഇഷ്ടമുണ്ട്. എൻ്റെ ഒരു വിചാരം ഇത്തിരി ലെങ്തി കൂടുമല്ലോ. ലെങ്തി കൂടുന്ന സമയത്തിന് ആൾക്കാർക്ക് ബോറടിക്കരുതല്ലോ. ബോറടിക്കാതെ വേണമല്ലോ നമ്മൾ ഇതാക്കാൻ. എന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് കുറേ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത്, കാരണം ഒത്തിരി ലെങ്തി ആവാതെ ഉള്ള രീതിയിലൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഓരോരോ പോർഷനായിട്ട് ഇട്ട് വെച്ചേക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ബോറൊന്നും അടിക്കുന്നില്ല, കാണുമ്പോഴത്തേക്ക് നല്ല അഭിപ്രായം പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെയും വിചാരിച്ച് 2 റീലിട്ട് അതിൽ ഒതുക്കാം, ഇനിയിപ്പോൾ ബ്ലോഗായിട്ടൊന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരുന്ന. പിന്നെ ആൾക്കാർ കമൻ്റായിട്ട് ഇങ്ങനെ ചോദിക്കും, ബ്ലോഗായിട്ട് ഇടുവോ എന്ന് ചോദിക്കും. കാണാനുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ഒരു പക്ഷേങ്കിൽ അങ്ങനെ ചോദിക്കുന്നവർക്ക് നമുക്ക് എന്തായാലും ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ. എന്നോട് പിന്നെ കുറച്ചധികം ആളുകൾ ചോദിച്ചു കേട്ടോ, എനിക്കിതുപോലെ ബ്ലോഗൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ട്, എങ്ങനെ ചെയ്താൽ എങ്ങനെ സക്സസ് ആവുമോ. ഞാൻ പറഞ്ഞ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം കുറച്ച് ദിവസം കൊണ്ട് തന്നെ റീച്ചായിട്ട് കിട്ടും എന്ന് എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് ആർക്കെങ്കിലുമൊക്കെ ഒരു കൊതി ആഗ്രഹമൊക്കെ തോന്നുമല്ലോ, ഇങ്ങനെ ചെയ്യണം, വീഡിയോസ് ചെയ്യണം എന്നൊക്കെ. അത്ര തന്നെ എനിക്കും ഇതുപോലെ കുറേ നാൾ ഞാൻ ഇതുപോലെ ഇതിൽ നിന്ന് കഷ്ടപ്പെട്ടതിന് ശേഷം ഇത്ര റീച്ചായി വന്നതും നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയത് കേട്ടോ. ഞാനാണെങ്കിൽ കുക്കിംഗ് വീഡിയോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തൊക്കെ വീഡിയോസാണോ അതൊക്കെ ഞാൻ എല്ലാം അപ്ലോഡ് ചെയ്ത് ഒന്ന് റീച്ചായി കിട്ടി കേട്ടോ. ഇപ്പോൾ അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ ചാനലും പോകുന്നുണ്ട്. അപ്പം പിന്നെ നമുക്ക് ഒരുപാട് ബന്ധുക്കളും എല്ലാവരും തന്നെ വന്നു കേട്ടോ. നമ്മൾ അറിയുന്നവരും നമ്മൾ വിളിച്ചിട്ട് മാക്സിമം കുറച്ചധികം പേര് തന്നെ വന്ന്. പിന്നെ കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരാതെയുണ്ട്. അതൊക്കെ ഓരോരോ സാഹചര്യം കൊണ്ട് ഇതുകൊണ്ട് ആൾക്കാർ വരാതിരുന്നതാണ്. എന്നാലും വിളിച്ച ഏകദേശം ആൾക്കാരൊക്കെ നമ്മുടെ ബന്ധുക്കാരൊക്കെ എല്ലാവരും തന്നെ വന്നു കേട്ടോ. പിന്നെ നമ്മളെന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെടുന്നതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് സന്തോഷിക്കാനുള്ള ഒരു ഇങ്കൊക്കെ കിട്ടി തുടങ്ങും. നമുക്കതിൻ്റെ ഒരു മടുപ്പും ഒരു ബുദ്ധിമുട്ടൊക്കെ മാറി തുടങ്ങും. വീഡിയോസ് കൂടുതൽ ചെയ്യാനായിട്ട് നമുക്ക് മനസ്സിന് ഇഷ്ടം തോന്നിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇഷ്ടപ്പെട്ട് വീഡിയോസ് ചെയ്യണം കേട്ടോ. കുറച്ച് നാൾ ഇട്ടിട്ട് മടുത്തെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഇവിടെ എത്താൻ പോകുന്നില്ല. നമ്മൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എന്തൊരു ജോലിക്കും ഉണ്ട്, അതുപോലെ തന്നെ നല്ലതുപോലെ കഷ്ടപ്പെട്ട് തന്നെ ആയിരിക്കും. എങ്കിലും കഷ്ടപ്പെട്ട് കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഒരു ചെറിയ തുകയാണ്, നമുക്കതിന് ഭയങ്കര മൂല്യം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ ആരോടും പറയണ്ടല്ലോ അല്ലേ. എന്തായാലും ഹൗസ് വാമിങ്ങും കഴിഞ്ഞു, ഞങ്ങളുടെ ഫംഗ്ഷനും കഴിഞ്ഞ് എല്ലാം അരങ്ങായിരുന്നു, റാഹത്തായി. അപ്പം ഇതുപോലുള്ള കൊച്ചു വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാട്ടോ.